ഹലോ മക്കളെ, നമ്മുടെ കെമിസ്ട്രിയിൽ നമുക്ക് 3-4 മാർക്ക് ഉറപ്പിക്കാവുന്ന ഒരു ഏരിയയാണ് ഗാൽവാനിക് സെല്ല്. ഇന്നേ വരെയുള്ള ഒരു കെമിസ്ട്രി പേപ്പറിലും ഇത് ചോദിക്കാതെ പോയിട്ടില്ല. 200% നമുക്ക് ഉറപ്പിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇതിൽ കുറേ കുട്ടികൾ ഭയങ്കര കൺഫ്യൂഷനാണ്. ആനോഡ്, കാഥോഡ്, ഓക്സിഡേഷൻ, റിഡക്ഷൻ എന്നൊക്കെ പറഞ്ഞ് കുറേ റിയാക്ഷൻസ് വരുമ്പോൾ ഇതൊക്കെ എന്താണ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മളൊരു കുറഞ്ഞ സമയം കൊണ്ട് ഈ ടോപ്പിക്കിൽ നമുക്ക് 100% മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പിക്കാൻ പറ്റും. ഒരു ക്വസ്റ്റ്യങ്ങൾക്ക് എന്ത് ചെയ്യാം, HW ആയിട്ട് ഞങ്ങൾ തരികയും ചെയ്യാം. ഓക്കെ, വളരെ സിമ്പിൾ ആടാ. ഗാൽവാനിക് സെൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു മെറ്റൽ അതിൻ്റെ തന്നെ സൊല്യൂഷൻ, അടുത്ത മെറ്റൽ അതിൻ്റെ തന്നെ സൊല്യൂഷൻ, രണ്ടിനെയും കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു വോൾട്ട് മീറ്റർ വേണം. ആ വോൾട്ട് മീറ്റർ ഫിറ്റ് ചെയ്യുമ്പോൾ റിയാക്ടിവിറ്റി, ക്രിയാശീലത കൂടുതൽ എവിടെയാണോ ഉള്ളത് അയാൾ എന്തായിരിക്കും, ആ ഒരു ഇലക്ട്രോഡ് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇതാണ് ഇവിടുത്തെ ക്രിയാശീലത കൂടുതലുള്ള ആള്. ഇയാളായിരിക്കും അവിടുത്തെ പോസിറ്റീവ് ഉണ്ടാവുക. അതായിരിക്കും അവിടുത്തെ എന്തുണ്ടാവുക, ഈ സിസ്റ്റം ഉണ്ടാവുക. നമുക്കറിയാം ഇവിടുന്ന് എന്ത് ചെയ്യുന്നു, റിയാക്ടിവിറ്റി കൂടിയ സിങ്ക് ഇലക്ട്രോണുകളെ ഡൊണേറ്റ് ചെയ്യും. ഓക്കെ, ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോണിന്റെ ഫ്ലോ നമുക്കറിയാം റിയാക്ടിവിറ്റി കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്കാണ് പോവുക. കറന്റ് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും വരിക, പോസിറ്റീവ് നിന്ന് നെഗറ്റീവിക്കേ പോവുള്ളൂ. പക്ഷെ ഇലക്ട്രോണിന്റെ ഫ്ലോ നെഗറ്റീവ് നിന്ന് പോസിറ്റീവിക്കാണ്. ഓക്കെ, ഇനി ഇവിടെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ, ഇവിടുത്തെ ആനോഡ് ആരാ, കാഥോഡ് ആരാ? ഇവിടുത്തെ ഓക്സിഡേഷൻ, ഓക്സീകരണ സമവാക്യം, നിരോക്സീകരണം അഥവാ റിഡക്ഷൻ സമവാക്യം, റിഡോക്സ് റിയാക്ഷൻ സമവാക്യം, ഈ 5 കാര്യം എഴുതാൻ നമുക്ക് ഇപ്പൊ പിടിച്ചോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്രേ ഉള്ളൂ. ഇതിനൊക്കെ നിങ്ങൾ ചെയ്തു നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഒരു കോമൺ ഫോർമാറ്റ് ഉണ്ട്. അത് ഇതാണ്. നമ്മൾ എടുക്കുന്നതിൽ ഒരാൾ എപ്പോഴും റിയാക്ടിവിറ്റി കൂടിയ ആളായിരിക്കും. ഓക്കെ, ഇപ്പൊ ഈ കേസിലാണെങ്കിൽ സിങ്ക് ആണ് അവിടുത്തെ റിയാക്ടിവിറ്റി കൂടുതൽ. അപ്പുറത്ത് കോപ്പർ ആയിരുന്നു റിയാക്ടിവിറ്റി കുറഞ്ഞ ആള്, അത് ലോ റിയാക്റ്റീവ്. ഇലക്ട്രോണിന്റെ ഫ്ലോ എവിടുന്ന് കിട്ടാം മക്കളെ, ഇലക്ട്രോണിന്റെ ഫ്ലോ റിയാക്ടിവിറ്റി കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക്. അത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഇനി എപ്പോഴും ഇവിടുത്തെ നെഗറ്റീവ് ഇലക്ട്രോഡ് ആരാ, റിയാക്ടിവിറ്റി കൂടിയ ആളാണ്, അഥവാ സിങ്ക് ആണ് നെഗറ്റീവ്. റിയാക്ടിവിറ്റി കുറഞ്ഞ ആളായിരിക്കും പോസിറ്റീവ് ഇലക്ട്രോഡ്, നെഗറ്റീവ് പോസിറ്റീവ്. ഈ പറഞ്ഞ നെഗറ്റീവ് ഇലക്ട്രോഡ് ആയിട്ടുള്ള ആളാണ് എപ്പോഴും ആനോഡ് ആവുക. കാരണം ആനോഡിലാണ് ഓക്സിഡേഷൻ, ഓക്സീകരണം നടക്കുക. ഈ ഓക്സീകരണം എഴുതാൻ എളുപ്പമാണ്. അയാൾ ആദ്യം 0 ആയിരിക്കും. ഇപ്പൊ സിങ്കിന്റെ കേസിലാണെങ്കിൽ സിങ്ക് ആദ്യം 0 ആയിരിക്കും. ഇനി ഇയാൾ എന്ത് ചെയ്യും, ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും. നമുക്കറിയാം സിൽവർ ഒഴികെ, സിൽവറും സോഡിയവും ഒഴികെ ബാക്കി നിങ്ങൾക്ക് തരുന്ന എല്ലാവരും എന്ത് ചെയ്യും, 2 ആയിരിക്കും അതിന്റെ ഓക്സിഡേഷൻ നമ്പർ ഉണ്ടാവുക. അല്ലെ, Ca2 കാൽഷ്യം 2+, Fe2+, അതേപോലെ തന്നെ Cu2+, അതേപോലെ Mg2+, ഒക്കെ 2+ ആണ്. അപ്പൊ എന്താ പറയുക, സിങ്ക് എന്താകും, ബിക്കംസ് സിങ്ക് 2+ ആകും. ഈ പറഞ്ഞ ഓക്സിഡേഷൻ ഇതും നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്സിഡേഷന്റെ ഇക്വേഷനിൽ ഇലക്ട്രോണിന്റെ എണ്ണം എപ്പോഴും ആരയുടെ റൈറ്റ് സൈഡിലാണ് എഴുതുക. അത് നിർബന്ധമായിട്ട് പഠിച്ചേക്കുന്ന പോയിന്റാണ്, പലയിടത്തും നമുക്ക് ഉപയോഗിക്കാണ്ടാവും. ആരയുടെ റൈറ്റ് സൈഡിലാണ്. ഇനി നേരെ ഓപ്പോസിറ്റ് പറഞ്ഞേ, ഇയാളോടല്ലോ കാഥോഡ് നെഗറ്റീവ് ഇലക്ട്രോഡ് ആയിരിക്കും, അഥവാ റിയാക്ടിവിറ്റി കുറഞ്ഞ ആളായിരിക്കും കാഥോഡ്. ഇതാണ് ഇവിടുത്തെ കാഥോഡ്. കാഥോഡിലാണ് റിഡക്ഷൻ. അത് പഠിച്ചേക്കണെങ്കിൽ പഠിച്ചാൽ മതി. ആൻ ഓക്സ്, ഒരു കാള, ആനോഡിലാണ് ഓക്സിഡേഷൻ. റെഡ് കാറ്റ്, ചുവന്ന പൂച്ച. ഓക്കെ, റെഡ് കാറ്റ്, റിഡക്ഷൻ നടക്കുന്നത് കാഥോഡിലാണ്. ആനോക്സ്, റെഡ് കാറ്റ്, ഈസി ട്രിക്കാണ്. കാഥോഡിൽ റിഡക്ഷൻ നടക്കും. റിഡക്ഷൻ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യലാണ്. കൊടുക്കുമ്പോൾ ഇലക്ട്രോണിന്റെ എണ്ണം റൈറ്റ് സൈഡിൽ എഴുതും, വാങ്ങുമ്പോൾ ഇലക്ട്രോൺ എണ്ണം ലെഫ്റ്റിൽ എഴുതും. അപ്പൊ ഓൾറെഡി ഒരു ബി എന്ന് പറയുന്ന ആളാണെങ്കിൽ, നമ്മുടെ കേസിലാണെങ്കിൽ കോപ്പർ അല്ലെ, കോപ്പർ എന്ത് ചെയ്യുന്നു, ഓൾറെഡി 2+ ആയിരിക്കും. അയാൾ 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ബിക്കം 0 ആകും. അപ്പൊ രാസപ്രവർത്തന സമവാക്യം അതിന്റെ ഫലമായിട്ട് ഇവിടെ കോപ്പറിന്റെ അളവ് എന്ത് ചെയ്യും മക്കളെ, അല്ലെ, കൂടി കൂടി വരും. ഇവിടെ സിങ്കിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരും. അല്ലെ, കോപ്പർ സൾഫേറ്റ് എന്തായി മാറുകയാണ്, അല്ലെ, ഈ പറഞ്ഞ രൂപത്തിൽ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് കോപ്പറായി മാറുകയാണ്. അപ്പൊ അതിന്റെ ബ്ലൂ കളർ എന്ത് ചെയ്യും, മെല്ലെ ഡിസപ്പിയർ ആവാൻ തുടങ്ങും, ഫെയ്ഡ് ചെയ്ത് പോകാൻ തുടങ്ങും. കളർലെസ് സൊല്യൂഷൻ ആയിട്ട് കുറെ കഴിയുമ്പോൾ മാറും. ഇതാണ് അവിടുത്തെ നിരീക്ഷണം, ഒബ്സർവേഷൻ. ചിലപ്പോൾ ക്വസ്റ്റ്യൻ അങ്ങ് ചോദിക്കും, ഇതിൽ നിങ്ങൾ കണ്ട ഒബ്സർവേഷൻ എന്ത്, ഇവിടെ നടക്കുന്ന ഓക്സിഡേഷൻ എന്ത്, റിഡക്ഷൻ എന്ത്? പിന്നെ മക്കൾക്ക് എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഏതും ചെയ്യാൻ പറ്റും. ഞാൻ ഒരു ക്വസ്റ്റ്യൻ തരട്ടെ, ഇതിനെ റിഡോക്സും കൂടി ഒന്ന് പറഞ്ഞ്, റിഡോക്സും കൂടി സിങ്ക് 0 ആണ്, അത് എഴുതുക, സിങ്ക് 0 ആണ്. ഇനി ഇവിടെ റിയാക്ടിന്റെ സൈഡിൽ ആരുള്ളത്, Cu2+ ആണ്. Cu ഓൾറെഡി 2+ ആയിരിക്കും. റിയാക്ഷൻ കഴിഞ്ഞാൽ സിങ്ക് ബിക്കം സിങ്ക് 2+ ആകും, Cu ബിക്കംസ് Cu 0 ആകും. ഇതാണ് അവിടുത്തെ റിഡോക്സ് സമവാക്യമായിട്ട് ഉണ്ടാവുക. വളരെ എളുപ്പത്തിൽ ഏത് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ തരട്ടെ, ചെയ്തു നോക്കുമോ? എന്നാ പിടിച്ചോ. നമുക്ക് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ
ഹൈലി റിയാക്റ്റീവ് ആരാ ലോ റിയാക്റ്റീവ് ആരാന്ന് അറിയണം. കുറച്ച് ആൾക്കാർക്കെങ്കിലും ആ റിയാക്ടിവിറ്റി സീരീസ് അറിയെങ്കിൽ ചെറിയൊരു പ്രശ്നമാണ്. കുറച്ചൊക്കെ ഐഡിയ ഉണ്ടല്ലോ അല്ലേ. ഇപ്പോൾ മഗ്നി പൊട്ടാഷ്യം സോഡിയൊക്കെ ഹൈലി റിയാക്റ്റീവ് ആണ്, അയൺ ഒക്കെ മീഡിയം ആണ്, കോപ്പർ സിൽവർ ഒക്കെ ലോ റിയാക്റ്റീവ് ആണ്. ഇത് പഠിക്കാൻ എളുപ്പ ട്രിക്ക് ഉണ്ട്. എല്ലാത്തിൻ്റെയും മലയാളത്തിലുള്ള ആദ്യത്തെ അക്ഷരം പറയാം. പഠിക്കുന്നത് എങ്ങനെ? പോസോ കാമ. എങ്ങനെ? പോസോ കാമ, പൊട്ടാഷ്യം സോഡിയം കാൽഷ്യം മഗ്നീഷ്യം. പോസോ കാമ അല്ലേ. അസി അനിറ്റിലെ, അസി അനിറ്റിലെ അയൺ സിങ്ക്. അനിറ്റിലെ ആരാ? അയൺ സോറി അലുമിനിയം സിങ്ക് ആണ് അസി. അനിറ്റിലെ അയണ് നിക്കല് ടിന്ന് ലെഡ്. അസി അനിറ്റിലെ. ഹൈക്കോ ഹൈഡ്രജനും കോപ്പർ. മെസ്സിഗോ ഇവിടെ മെസ്സി ഒക്കെ ഉണ്ട്. മെസ്സി ഗോൾ അടിച്ചു, അല്ലെങ്കിൽ മെസ്സിന് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ മെസ്സിനോട് പോകാൻ വേണ്ടി പറയാം. മെസ്സി ഗോ. മെർക്കുറി സിൽവർ ഗോൾഡ്. പോസോകാമ, അസി അനിഡിലെ, ഹൈക്കോ, മെസ്സിഗോ. കിട്ടുമല്ലോ. അപ്പോൾ ആരാണ് റിയാക്ടിവിറ്റി കൂടുതൽ? മുകളിലുള്ളവരാണ്. റിയാക്ടിവിറ്റി കുറഞ്ഞവരാരാ? താഴെയുള്ളവരാണ്. എഴുതി വെച്ചാൽ നമുക്ക് കിട്ടണം കേട്ടോ. ഓക്കെ, എങ്കിൽ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ ചിത്രത്തിൽ ഒന്നാം ദിവസം തരുമോ? ചിത്രത്തിൽ തന്നെ കുറച്ച് മിസ്റ്റേക്കുകൾ ഉണ്ട്, കണ്ടാൽ തന്നെ അറിയാം. ഇതൊരു ഗാൽവാനിക്സിലാണ് കൊടുത്തത്, പക്ഷെ ഇതിൽ ചില മിസ്റ്റേക്കുകൾ ഉണ്ട്. മിസ്റ്റേക്ക് മിനിമം ഒരു 3 മിസ്റ്റേക്ക് എങ്കിലും ഉണ്ട്. മിനിമം ഒരു 3 മിസ്റ്റേക്ക് എങ്കിലും ഉണ്ട്. ശ്രദ്ധിച്ചോ. ഇവിടെ മിസ്റ്റേക്ക് ഉണ്ടോ നോക്കിക്കോ. ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? നോക്കിക്കോ. അതേപോലെ തന്നെ ഇവിടെ എന്തെങ്കിലും കുറവുണ്ടോ? നോക്കിക്കോ. യെസ്, അപ്പോൾ അതാണ് ഫസ്റ്റത്തെ. ഓക്കെ, മിസ്റ്റേക്ക് കമന്റ് ചെയ്യണം. ദെൻ ഇതിലെ ആനോഡാര, കാഥോഡാര, ഓക്സിഡേഷൻ ഇക്വേഷൻ ആരാ, റിഡക്ഷൻ ഏതാ, റിഡോക്സിന്റെ സമവാക്യം. ഈ 5 കാര്യം എന്താ അറിയോ? വീഡിയോക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. നമ്മൾ പഠിച്ചുകൂടോന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന്. 3-4 മാർക്കിനൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻ വരിക. നല്ലൊരു A+ഉം Aയും എന്ത് ചെയ്ത് അവിടെ മിസ്സായി പോകരുത്, നമ്മൾ മാർക്ക് ശ്രദ്ധിക്കാതെ അല്ലേ. ഓക്കെ, അപ്പോൾ ഈസി ട്രിക്ക് പറഞ്ഞു കഴിഞ്ഞു. ഉപകാരപ്പെട്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സാം നമ്മൾ അടിച്ചു പൊളിച്ച് എന്ത് ചെയ്യുക, എഴുതുക. കൂടുതൽ കാര്യങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കാര്യങ്ങളുണ്ട്, നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.